ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസം നേരുന്നു. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ നാളായിട്ട് ചിന്തിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇടണമെന്ന്. അതായത് ഞാൻ എന്തുകൊണ്ട് ക്നാനായിൽ നിന്ന് മാറി എന്നതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. അപ്പോൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതെൻ്റെ മാത്രം അഭിപ്രായങ്ങളും കാര്യങ്ങളും ചിന്തകളും മാത്രമാണ് കേട്ടോ. ഞാൻ അതൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ ഞാൻ ഒന്നും നെഗറ്റീവായിട്ട് ഒന്നും ഞാൻ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആരെയും ഉദ്ദേശിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ജനിച്ചു വളർന്നത് മലബാറിൽ ഒരു ക്നാനായ കാത്തലിക് ഫാമിലിയിലാണ്. അങ്ങനെ അങ്ങനെ വളർന്ന് നഴ്സിംഗ് കഴിഞ്ഞ് നഴ്സിംഗൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്ത ഒരു ചേട്ടനെ പരിചയപ്പെട്ട് ആ ചേട്ടൻ കോട്ടയം പാലാ രൂപതയിൽപ്പെട്ട അംഗമാണ്. അപ്പം പുള്ളീനെ പരിചയപ്പെട്ട് ഞങ്ങൾ ഇഷ്ടത്തിലായി. ഞങ്ങൾ രണ്ടുപേരുടെയും വീട്ടിൽ പറഞ്ഞ് രണ്ടുപേരുടെയും വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. രണ്ടുപേർക്കും സാറ്റിസ്ഫൈ അല്ലെങ്കിൽ സന്തോഷമായപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 2014 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അങ്ങനെ 2014 കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 11 വർഷമായി, 2 കുഞ്ഞുങ്ങളുമായി. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനവും സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ എന്താണ് അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പം ഏകദേശം 11 വർഷമായി ക്നാനായിൽ നിന്നും പാലാ രൂപതയിലേക്ക് മാറിയിട്ട്. നിങ്ങൾക്കറിയാം, ക്നാനായിൽ നിന്നും മറ്റൊരു സഭയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രൂപതയിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പേര് വെട്ടുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ പള്ളിയിൽ. എന്ന് വെച്ച് പേര് കട്ട് ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ സ്വന്തം പള്ളിയിൽ പോകത്തില്ല, കുർബാന കൊള്ളത്തില്ല എന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആ അംഗത്വം നമ്മുടെ ഇല്ലാതാകും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മറ്റ് പരിപാടികൾക്കോ ആചാരങ്ങൾക്കോ പോകണമെങ്കിൽ പോകാം, പള്ളിയിൽ പോകണമെങ്കിൽ പോകാം, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. പള്ളിയിലെ എല്ലാ കാര്യങ്ങളും കുർബാനകളും എല്ലാം മറ്റ് പള്ളികളിലെ അല്ലെങ്കിൽ റോമൻ കാത്തലിക് പള്ളികളിലെ എല്ലാ കുർബാനയും എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 11 വർഷമായി ഞാൻ ക്നാനായിൽ നിന്ന് മാറി പാലാ രൂപതയിലേക്ക് മാറിയിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ റോമൻ കാത്തലിക് ചർച്ചിൽ തന്നെയാണ് കേട്ടോ എല്ലാ സൺഡേയിലും ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ആരെയും പരാമർശിക്കുകയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നു ഞാനത് പറയുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ക്നാനായിൽ തന്നെ നിൽക്കാഞ്ഞിട്ട് വിഷമമുണ്ടോ, അല്ലെങ്കിൽ ക്നാനായിൽ തന്നെ നിൽക്കുന്നത് ഒരു അഭിമാനമാണ് എന്നൊക്കെ എന്നോട് ഒരാൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാനിത് ഇതിൽ നിന്ന് മാറിയത് കൊണ്ട് പറയുന്നതല്ല. ഇത് ചിലവർ വിചാരിക്കും ഞാൻ ഇതിൽ നിന്ന് മാറിയത് കൊണ്ട് ഞാൻ പറയുന്നതാണെന്ന്. പക്ഷേ ഇതിൽ നിന്ന് മാറിയത് കൊണ്ട് ഞാൻ പറയുന്നതല്ല. സത്യത്തിൽ എനിക്ക് ഇതിലൊന്നും ഒരു വലിയ കാര്യമൊന്നും എനിക്ക് പണ്ടും ഇപ്പോഴും തോന്നിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പേര് വലിയ രോമാഞ്ചം കൊണ്ടയാളോ അല്ലെങ്കിൽ പണ്ട് ഞാൻ ഇതിൻ്റെ പേരിൽ വലിയ രോമാഞ്ചം കൊണ്ടുകൊണ്ടിരുന്ന ആളോ അല്ലെങ്കിൽ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന ആളോ ഒന്നുമല്ല കേട്ടോ. ഇതിലുള്ളവർക്ക് പല അഭിപ്രായങ്ങളുണ്ടാകും. മനുഷ്യരല്ലേ, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. അതുപോലെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പോളിസി അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാന്യമായിട്ട് നമ്മൾ ഒരു വിദ്യാഭ്യാസം നേടുക, ജോലി നേടുക, നമ്മുടെ കുടുംബവുമായിട്ട് നമ്മുടെ ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും മാന്യമായിട്ട് ജോലി ചെയ്ത് അവനവരുടെ കുഞ്ഞുങ്ങളെ നോക്കുക, കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. പിന്നെ ജനിച്ചു വളർന്ന ദൈവവിശ്വാസം നിലനിർത്താൻ വേണ്ടി നമ്മൾ സൺഡേയിൽ പള്ളിയിൽ അല്ലെങ്കിൽ അവനവരുടെ മതത്തിൽ പോവുക. അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. ഞങ്ങൾ എല്ലാ സൺഡേയിലും മാക്സിമം പറ്റാവുന്ന സൺഡേകളിലെല്ലാം പള്ളിയിൽ പോകുന്നുണ്ട്. എനിക്ക് ദൈവവിശ്വാസം നിലനിർത്തണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് എൻ്റെ സങ്കടവും എൻ്റെ സന്തോഷവും എല്ലാം ദൈവത്തിനോട് പറയുക, അത്രേ ഉള്ളൂ എൻ്റെ ഒരു കാര്യം. പിന്നെ എൻ്റെ അടുത്ത പോളിസി അല്ലെങ്കിൽ എൻ്റെ ഒരു അടുത്ത അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യമുള്ളപ്പോഴേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. ജോലി ചെയ്താൽ നമുക്ക് നമ്മുടെ കുടുംബം നോക്കാം, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കുടുംബം പുലർത്താൻ പറ്റും. എനിക്ക് ഒത്തിരി കൂടുതൽ സമ്പാദിക്കണം എന്നൊന്നുമില്ല. ആവശ്യത്തിന് സമ്പാദിക്കുക, അല്ലെങ്കിൽ ആവശ്യം ജീവിച്ചു പോകാനുള്ളത് നമ്മൾ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ കൈക്കും കാലിനും ശരീരത്തിനും മനസ്സിനും ഒക്കെ ആരോഗ്യം ഉണ്ടെങ്കിലേ
നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അല്ലേ, ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്കൊരു വാക്കുകൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു എന്താണ് ഏറ്റവും അത്യാവശ്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും സഹായിക്കാൻ നമുക്ക് ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് എന്താ പറയണ്ടേ, നമുക്ക് ജോലി നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ജോലി ചെയ്യുക. ജോലി ചെയ്ത് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മൾ മാന്യമായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് ആരോഗ്യമില്ലാത്തപ്പോൾ ആരും നമ്മുടെ ഒരു സഹായത്തിന് വരത്തില്ല. അത് ആരാണേലും എന്താണ് പറയണ്ടേ, അതിപ്പം നമ്മുടെ ഫാമിലി ആണേലും നമ്മുടെ അപ്പനമ്മയാണേലും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ഫാമിലി ആണേലും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണേലും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലുള്ളവരാണേലും ആരാണേലും നമുക്ക് സഹായത്തിന് ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ മാന്യമായിട്ട് ആരോഗ്യമുള്ളപ്പോൾ ജോലി ചെയ്ത് ജീവിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഞാൻ കായലിൽ നിന്നും പോയെങ്കിലും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ 2 പള്ളിയിലും പോകാറുണ്ട്. അതിലെല്ലാം 2 പള്ളിയിൽ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പാലാരൂപതയുടെ പള്ളിയിലും എൻ്റെ സ്വന്തം ക്നായുടെ പള്ളിയിലും പോകാറുണ്ട്. ഇതിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് എന്താണ്, ഒരൊറ്റ ദൈവത്തെയാണ്. അതുകൊണ്ട് ഒരൊറ്റ ദൈവത്തെ അല്ലെങ്കിൽ ഒരൊറ്റ വിശ്വാസത്തെ അതെവിടെ ചെന്നാലും, നമ്മൾ പള്ളികളിൽ മാത്രമല്ല എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ മുകളിൽ ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ദൈവം എന്ന് പറയുന്നത് എന്താണ്, ഒരു ശക്തിയാണ്, ഒരു വിശ്വാസമാണ്. വിശ്വാസം നമുക്ക് ആവശ്യത്തിന് വേണം അല്ലേ, വിശ്വാസം നമുക്ക് ആവശ്യത്തിന് വേണം. പക്ഷേ വിശ്വാസം ഒരു ഭ്രാന്താകരുത്. അതുകൊണ്ട് എന്താണ്, എല്ലാവരും ആരോഗ്യമുള്ളപ്പോൾ ജോലി ചെയ്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവുക. ആരോഗ്യമില്ലാത്തപ്പോൾ നമ്മൾക്ക് ഒരു മനുഷ്യൻ പോലും ഒരു വാക്കുകൊണ്ട് പോലും നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാകത്തില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ എന്താണ്, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. വിശ്വാസം ഒരു ഭ്രാന്താകാതിരിക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.